ഡേ 2-3 നമ്മൾ റിവ്യൂ ചെയ്തായിരുന്നു. ഡേ 4 നമുക്ക് ഗെയിം ഉണ്ടായിരുന്നില്ല വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ബിക്കോസ് ഓഫ് റെയിൻ വാഷ് ഔട്ട് ചെയ്തു. നമ്മള് ആക്ച്വലി അതൊരു വലിയ എന്താ പറയാ വിഷമകരമായ കാര്യമാണ് വെൻ ഇറ്റ് കംസ് ടു ഒരു വേൾഡ് കോമ്പറ്റീഷൻ. അല്ലെങ്കിൽ കാര്യം ICC why is ICC ഹോൾഡിങ് അല്ലെങ്കിൽ അലൗവിങ് ഇംഗ്ലണ്ട് ടു ഹോസ്റ്റ് ഇങ്ങനത്തെ പ്രീമിയർ കോമ്പറ്റീഷൻസ് അറിയില്ല. കാര്യം ഐ തിങ്ക് ഇന്നലെ നമ്മുടെ കെവിൻ പീറ്റർസൺ തന്നെ ഒരു ഇത് പറയുന്നുണ്ടായി, ICC ഷുഡ് ബാൻ ഇംഗ്ലണ്ട് ഫ്രം ഹോസ്റ്റിംഗ് പ്രീമിയർ ടൂർണമെന്റ്സ്. കാര്യം അവിടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒരിക്കലും സപ്പോർട്ടീവ് ആയിട്ടുള്ള, എപ്പോഴും ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള നിലയിൽ നമുക്കൊരു വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് ഒരു കോമ്പറ്റീഷൻ വിതൗട്ട് ഗെറ്റിംഗ് പ്രോപ്പർ എക്സ്പോഷർ അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരിക. എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ദ തേർഡ് ടൈം റീസെന്റ് അവര് ഇംഗ്ലണ്ടിൽ ഹോസ്റ്റ് ചെയ്ത കളികളിൽ ഇങ്ങനെ വരുന്ന ഒരു ഐ മീൻ മെയിൻ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ആ ഒരു ലെവലില്. അപ്പൊ എന്നിരുന്നാൽ പോലും നമുക്ക് ഇന്നലെ 5 days പ്ലേ കിട്ടി. പിന്നെ ഇന്നിപ്പോ ഒരു എക്സ്റ്റെൻഡഡ് ഡേ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഡേ കിട്ടുന്നു. മേ ബി നമുക്കൊരു റിസൾട്ട് ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും അല്ല ഇതിനകത്ത് ഹൈലൈറ്റ്. ഇന്ത്യൻ ടീം ഹാസ് പെർഫോംഡ് വെൽ. അവര് ലാസ്റ്റ് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചേക്കാളും ബെറ്റർ ആയിട്ട് അവർ പെർഫോം ചെയ്തു. ദേ കുഡ് റെസ്ട്രിക്ട് ഇംഗ്ലണ്ട് ഇൻ എ ലീഡ് ലെസ് ദാൻ 50. അത് നോട്ട് ഇംഗ്ലണ്ട്, സോറി, ന്യൂസിലാൻഡ് ഇൻ എ ലീഡ് ലെസ് ദാൻ 50. അത് വളരെ എന്താ പറയാ അഭിമാനകരവും നല്ലൊരു ഇതുമാണ്. അപ്പം നമുക്ക് അതിനകത്തൊരു ഹൈലൈറ്റ്സ് നോക്കാം. അതായത് ഇന്നലെ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു, ശുഭ്മാൻ ഗിൽ നല്ലൊരു ക്യാച്ച് എടുത്തു. ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് ഒത്ത് ഉയരാഞ്ഞ ഒരേ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ജസ്പ്രീത് ബുംറ ആണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാന്. അതായത് അങ്ങനെ ഒരു പിച്ചിൽ ഒരു വിക്കറ്റ് പോലും ഇല്ല, എക്സ്പെൻസീവ് ബോളർ. വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ബുംറ എനിക്കറിയില്ല, പക്ഷേ അത് വളരെ നിർഭാഗ്യകരം. ആൻഡ് ഷമി ഈസ് നൗ ബിക്കമിങ് ദ ലീഡ് ബോളർ. ആ ഒരു രീതിയിലാണ് ഷമി പോകുന്നത്. ആൻഡ് ഹി പെർഫോം വെൽ, അത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഷമിയാണ് ഇന്നലെ ആക്ച്വലി ഇന്ത്യയുടെ അതായത് തുറുപ്പുചീട്ടായത്. പക്ഷേ ടു ദ എൻഡ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം, അതായത് ബാറ്റ്സ്മാൻമാര് ഫെയിൽ ആവും, പക്ഷെ ബോളർമാര് ബാറ്റ്സ്മാൻമാര് അല്ലെങ്കിൽ ടൈലന്റേഴ്സ് ബാറ്റ്സ്മാൻമാരെ ആവും. നമ്മള് ഇന്ത്യ ഓസ്ട്രേലിയ പോയപ്പോ കണ്ടു, അതായത് ഓസ്ട്രേലിയയുടെ ടൈലന്റേഴ്സ് ഓസ്ട്രേലിയനെ പല സ്ഥലത്തുനിന്ന് കരകയറ്റി കൊണ്ടുവരുന്നു. അതേപോലെ ഇപ്പൊ ഇന്നലെ കണ്ടു എന്താണ് ന്യൂസിലൻഡിന്റെ ടൈലന്റേഴ്സ് ആണ് ന്യൂസിലൻഡിനെ ഈ ഒരു സ്കോറിലേക്ക്, അതായത് ഇന്ത്യയുടെ മുകളിൽ ലീഡിലേക്ക് എത്തിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു താഴെ നിർത്താമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യ പ്രതീക്ഷിച്ചേക്കാൾ, പക്ഷെ അവിടെയും കൂടെ അതും കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഇന്ത്യ ലൈറ്റ് ആയിട്ട് എടുക്കുന്നതാണോ, അല്ലെ ഇവർക്ക് അത്ര എറിയണ്ട, അല്ലെങ്കിൽ ആ ഒരു സാമട്ടിലേക്ക് പോകുന്നത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എനിവേ നമ്മള് ഇന്ത്യക്ക് 249 റണ്ണ് അവരെ എന്താണ് തളച്ചിടാൻ പറ്റി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ അറൌണ്ട് 62 റൺസ് ഇപ്പൊ ലീഡല്ല 62 for 2 ആണ് സെക്കൻഡ് ഇന്നിങ്സിൽ. 32 റൺസിന്റെ ലീഡാണെന്ന് തോന്നുന്നു എനിക്ക്. അത് ആക്ച്വലി പറയുവാണെങ്കിൽ നല്ലതാണ്, മോശമല്ല, ഗുഡ് സ്റ്റാർട്ട് ആണ്. ശുഭ്മാൻ ഗിൽ ഫെയിൽ ആയെങ്കിൽ പോലും രോഹിത് ശർമ്മയാണ് ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തത് വലിയായിട്ട് ഒന്നും കൊണ്ടുപോകില്ല എന്ന്. 2 ഇന്നിങ്സിലും രോഹിത് ശർമ്മ വലിയ മോശമില്ലാതെ സ്റ്റാർട്ട് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുജാരയുടെയും കോഹ്ലിയുടെയും കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. പുജാര എന്താണെന്നുള്ളത് കാണിക്കേണ്ട സമയമാണിത്. ഓൺലി പുജാര ക്യാൻ ലൈക്ക് ന്യൂസിലാൻഡ് വേണമെങ്കിൽ ഇന്ത്യനെ ഇപ്പൊ തന്നെ, കാര്യം ഇന്നത്തെ ദിവസം ഫസ്റ്റ് സെഷനിൽ തന്നെ വേണമെങ്കിൽ റാപ്പ് അപ്പ് ചെയ്തിട്ട് അവർക്ക് ജയിക്കാം. കാര്യം അത്രേ ഉള്ളൂ. ഇന്ത്യ ഒരു ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ മാലപ്പടക്കം പോലെ പോകും ഇന്ത്യ. ന്യൂസിലാൻഡിന്റെ ബോൾ ടൈലന്റേഴ്സ് കളിക്കുന്ന പോലെ ഇന്ത്യൻ ടൈലന്റേഴ്സ് കളിക്കത്തില്ല. അപ്പം പുജാര ഹാസ് ടു സ്റ്റേ. പുജാര സ്കോറും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പുജാര ഹാസ് ടു സ്റ്റേ. ആ രീതിയിൽ അത്യാവശ്യം സ്റ്റേ ചെയ്ത് പോയി ബോൾസ് കളയുക. അതായത് ഇത് ഡ്രോ പിടിക്കണമെങ്കിൽ ഇന്ത്യക്ക് ജയിക്കാനുള്ള ചാൻസുകൾ കുറവാണ്. ഡ്രോ ആണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ചാൻസ്. അപ്പം പുജാര ആൻഡ് കോഹ്ലി ഷുഡ് സ്റ്റേ. പിന്നെ റഹാനെ മാത്രമാണ് ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞ് വരാനുള്ളത്. പിന്നെ ബാക്കി ഈ പറയുന്ന പോലെ പന്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ പ്ലേസ് ആ ഒരു രീതിയാണ്. പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ ഒക്കെയാണ് ശരിക്കും പന്തിനെ സംബന്ധിച്ചോളം കളിക്കാൻ പന്തിന്റെ സാഹചര്യം. അതായത് പന്ത് നമ്മള് സ്കോർ ചെയ്ത് രണ്ടാമത് ബാറ്റിങ്ങിന് ഇറക്കി
അവരെ ഔട്ടാക്കാൻ ആ ഒരു സാഹചര്യത്തിലേക്കാണ് എപ്പോഴും പന്ത് എഫക്റ്റീവ് ആവുന്നത്. ചിലപ്പം പന്ത് സ്കോർ ചെയ്യാം, പക്ഷെ കോഹ്ലിയും പുജാരയാണ് ഇപ്പൊ ഇന്ത്യയുടെ തുറപ്പിച്ചിട്ട് ഓവർ ടു അരുൺ ആൻഡ് മനു. അപ്പൊ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഡേ എങ്ങനെയായിരിക്കും, 5th ഡേ ലൈക്ക് നമുക്ക് 6th ഡേ ഉള്ളതുകൊണ്ടാണ് ഫൈനൽ ഡേ എന്ന് പറയുന്നത്. 5th ഡേയുടെ റിവ്യൂ അതാണ് നമ്മൾ ടോപ്പ്. ഹായ് എവരിവൺ. നാളെ പറഞ്ഞ പോലെ ഇന്ത്യ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലപോലെ പെർഫോം ചെയ്തു. അവര് 32 റൺസിന് ലീഡ് കൊടുത്തുള്ളൂ. കാരണം നമ്മള് ഇന്നലെ കണ്ടതാണ് 101-2. അതും ലോകം പേടിക്കുന്ന ബാറ്റ്സ്മാൻമാരായ കെയ്ൻ വില്യംസൺ, റോസ്റ്റ് ടൈലർ അവര് ക്രീസിലുള്ളപ്പോൾ 249 പിടിച്ച് കെട്ടുക എന്ന് പറഞ്ഞത് അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഫൈനൽ ഡേനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഡ്രോ അല്ലെങ്കിൽ ന്യൂസിലൻഡിന് വിജയം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇന്ത്യക്കൊരു വിജയം അത് ചാൻസ് വളരെ വളരെ കുറവാണ്. കാരണം അല്ലെങ്കിൽ അത്ര ഒരു പെർഫോമൻസ് ഇന്ത്യൻ ബോളേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. സോ നമുക്ക് ഇപ്പോഴാണ് പുജാരയുടെ റിയൽ സ്ട്രെങ്ത് കാണിക്കേണ്ടത്. പുജാര മാക്സിമം ക്രീസിൽ നിന്ന് മാക്സിമം ഇനിയും എനിക്ക് തോന്നുന്നില്ല ഒരു ലീഡ് ഒരു 300-350 ഒക്കെ വന്നാൽ മാത്രമേ ഒരു വിജയം, പക്ഷെ അത് നടക്കില്ല. കാരണം ആകപ്പാട് 100 ഓവറേ ഉള്ളൂ. ഒരു വൺ ഡേ പോലെ എല്ലാരും കളിക്കും. വിജയം നടക്കില്ല. ഇന്ത്യക്ക് വിജയിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പം ഞാൻ പറയാനുള്ളത് പുജാര, റഹാന, ഈ കോഹ്ലി, റഹാന ഇവര് 3 പേരുടെയിലാണ് ഇന്നത്തെ സ്റ്റിയറിങ്. അത് മാക്സിമം അവര് അത് ചെയ്യുക. പിന്നെ നമ്മൾ അവരുടെ ബോളിംഗ് നോക്കുവാണെങ്കിൽ വില്യംസൺ അല്ല, പുള്ളിയുടെ ജാമിസൺ, പുള്ളി നല്ല രീതിയിൽ എറിയുന്നുണ്ട്. 10 ഓവറിൽ എനിക്ക് 15 റൺസ് കൊടുത്തിട്ടുള്ളൂ. പുള്ളി ഒരു ഫോമിലായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന്. അതുപോലെ ബുംറയുടെ കാര്യത്തിൽ ഇത്തരം എല്ലാരും വിക്കറ്റ് കിട്ടി. അതും ഈ സ്വിംഗ് പിച്ചിൽ ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടിയില്ല എന്നത് ഭയങ്കര ഒരു ബോളറിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു തോൽവിയാണ് പുള്ളിയുടെ. ബാക്കി 2 ഇഷാന്ത് ശർമ്മയായാലും മുഹമ്മദ് ഷമി ആയാലും നല്ലപോലെ കളിച്ചു അവര്. അതുപോലെ സ്പിന്നേഴ്സും അത്യാവശ്യം അവർക്ക് ബാക്ക് ചെയ്തു. സോ ഇന്നത്തെ ഞാനത് ഒരു വിജയം അല്ലെങ്കിൽ ന്യൂസിലൻഡിന് വിജയം അല്ലെങ്കിൽ ഡ്രോ ഇത് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ ഫാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവർ കുറച്ചും കൂടെ ക്രീസിൽ പിടിച്ചു നിന്ന് കളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സോ ഓവർ ടു അരുൺ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ജസ്റ്റ് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. ഇന്ത്യക്ക് മനു പറഞ്ഞത് ഇന്ത്യക്ക് വിജയിക്കണം എന്നുള്ള ഇതുണ്ടെങ്കിൽ ഇന്ന് 100 ഓവേഴ്സ് അല്ലെങ്കിൽ 90 ഓവേഴ്സ് കിട്ടുമ്പോൾ ഇന്ത്യ ഒരു 40 ഓവേഴ്സ് വൺഡേ പോലെ കളിക്കണം. വൺഡേ പോലെ കളിച്ച് ഇന്ത്യ അറ്റ്ലീസ്റ്റ് ഒരു 200 അടുത്ത ഓവേഴ്സിൽ എടുത്ത് കഴിയുമ്പോൾ ഒരു 250 ലീഡ് വരും. അപ്പോ ഇന്ത്യക്ക് അവരെ ബാറ്റിംഗ് നടക്കാം. പക്ഷെ ഫൈനൽ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ കളിക്കുന്നത്. കാരണം അതൊരു ആ ഒരു വിക്കറ്റ് പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പൊ അത് ഇന്ത്യയുടെ റിസ്കിലേക്ക് ഇടുള്ളൂ. ഇന്ത്യ തട്ടിമുട്ടി ഒരു 2 സെഷൻ കഴിയിക്കാനേ നോക്കുന്ന എനിക്ക് തോന്നുന്നുള്ളൂ. ഇനി അരുൺ. അതെ, അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ അഗ്രി ചെയ്യാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മാനി പറയുന്നതിൽ ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. ഇറ്റ് ഈസ് എയ്തർ എ ന്യൂസിലൻഡ്സ് ഗെയിം ഓർ ഇറ്റ്സ് എ ഡ്രോ. So the best result for India would be getting a draw. But knowing Kohli and knowing India and what they have did in the past, I definitely feel that India will not play tomorrow looking for a draw. Neither they would play looking for a win. They would play session by session, just like they are playing first innings. Kanam, once your mind is starting to think that we are going to play for a draw, then definitely you will lose. That's how it has always been in cricket. കാരണം ഡ്രോ എന്ന് പറയുമ്പോൾ ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബോളേഴ്സ് വിൽ ഗെറ്റ് ഓൺ ടോപ്പ് ഓഫ് യു ആൻഡ് ദർ വുഡ് ബി എഡ്ജസ് ഫ്ലൈയിങ് ഓൾ ഓവർ ആൻഡ് ഇന്ത്യ വിൽ ക്രാഷ് ഡൗൺ. സോ കോഹ്ലിനെ അറിയുന്ന സ്ഥിതിക്ക് കോഹ്ലിനെ എനിക്ക് പേടിയില്ല. കോഹ്ലി റൊട്ടേറ്റ് സ്ട്രൈക്ക്, ഇപ്പൊ കോഹ്ലി കളിച്ചതുപോലെ 8 runs of 12 balls with no force. അപ്പൊ കോഹ്ലി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ മാസ്റ്റർ ആണ്. നല്ലോണം ഗ്യാപ്പ് എടുക്കാനും നല്ലതാണ്. ഇറ്റ്സ് പുജാര. സോ പുജാര വിൽ ഹാവ് ടു പുജാര അറിയാം, നമുക്കറിയാം പുജാര അല്ലെങ്കിൽ തന്നെ ഈയിടെയായിട്ട് എല്ലാം ഡ്രോ കളിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. അതിന് വേറൊരു ടോപ്പിക് തന്നെയുണ്ട്. സോ ബട്ട് പുജാരസ് റോൾ ബിക്കം സോ വൈറ്റൽ
tomorrow because Pujara ഓസ്ട്രേലിയയിൽ കളിച്ചതുപോലെ ഒരു എൻഡ് കീപ്പ് ചെയ്യണം. യെസ്, ഇറ്റ് ഇസ് ടു മച്ച് ടു ആസ്ക് എല്ലാ സീസണിലും എല്ലാ സീരീസിലും അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. But it's high time that Pujara does that because Pujara has not been scoring runs. So at least he have to do that. അല്ലെങ്കിൽ പൂജാരെ വൈ പൂജാര എന്ന് പിന്നെ ചോദിക്കേണ്ടി വരും. എന്താണ് പൂജാരയുടെ ടീമിൽ കാരണം റൺസ് അടിക്കുന്നില്ല, then at least you should eat time എന്നുള്ള രീതിയിൽ. Not the ideal scenario always, but tomorrow that would be the clear cut suggestion for him, like is to play it out. Whereas rest of the players just play their natural game. Don't think about the top. എനിക്കറിയാം പന്ത് വന്നാലും പന്ത് നോർമലി ഫോർ അടിക്കാൻ നോക്കും. വിരാട് കോഹ്ലി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും. അജിങ്ക്യ റഹാനെ ബാറ്റ് ബോൾസ് വന്നാൽ അടിക്കാൻ നോക്കും. അപ്പോൾ definitely it was a good day for India considering how New Zealand ended their previous day. കാരണം ഇന്ത്യ ഒരു ഹൈയിലാണ് എൻഡ് ചെയ്ത്, ലാസ്റ്റ് ആണ് 2 വിക്കറ്റും പോയത്. അതുവരെ ലൈക്ക് ന്യൂസിലൻഡ് were right in the driver's seat, 101 for 2 എന്തായിരുന്നു കളി നിർത്തിയത്. സോ ഇന്ന് കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ 140 ഓടിന് 8 വിക്കറ്റ്സ് എടുത്തു. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി എക്സ്പെക്ടഡ് ഫ്രം ദിസ് ഇന്ത്യൻ ടീം, വിച്ച് ഇന്ത്യൻ ടീം couldn't show in the first half of New Zealand's innings. പക്ഷെ ഇതിനകത്ത് നോട്ടബിളി പറയാനുള്ളത് ഇന്ത്യ ഹാഡ് എ ചാൻസ്, നാഗ പറഞ്ഞതുപോലെ, ടു കം ഓൺ ടോപ്പ്. ഇന്ത്യക്ക് ഒരു ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡ് കിട്ടിയ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വന്നേനെ. അത് ഇന്ത്യക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. സോ വി ആർ നോട്ട് ആസ്കിംഗ് ഫോർ ടു മച്ച്. ഇറ്റ്സ് അഗെയിൻ ദാറ്റ് ഇന്ത്യസ് ലാക്ക് ഓർ ഇൻഎബിലിറ്റി ടു പിക്ക് അപ്പ് ദ വിക്കറ്റ്സ് ഓഫ് tailenders that has proven to be detrimental now. This is a game of ifs and buts and also small margins. So this whole thing gets zoomed. അതായത് ഞാനിപ്പോ നോക്കുമ്പോ കൈൽ ജെയിമിസൺ, ടിം സൗത്തി ആൻഡ് ട്രെന്റ് ബോൾട്ട് കൂടെ ചേർത്ത് 58 റൺസ് അടിച്ചു. സോ ഇമാജിൻ ദേ ആർ ഗെറ്റിംഗ് ജസ്റ്റ് 10 റൺസ്. ഇറ്റ്സ് ലൈക്ക് 48 റൺസ് off of New Zealand's total, which നാഗ പറഞ്ഞ പോലെ ഇന്ത്യ could have come in the lead. And ഇന്ത്യയുടെ ടൈലൻഡേഴ്സ് നോക്കുവാണെങ്കിൽ അടിച്ചേക്കുന്നത് 404. 3 ഫാസ്റ്റ് ബോളേഴ്സ് അടിച്ചേക്കുന്നത്. ടോട്ടൽ ഓഫ് 18 ബോൾസ് ആണ് അവർ ഫേസ് ചെയ്തിരിക്കുന്നത്, വിച്ച് നാഗ പറഞ്ഞ അടുത്ത സജഷനിലോട്ട് പോവാം. അതായത് ഇന്ത്യ ഫോർ സം റീസൺസ് ലൈക്ക് 6th വിക്കറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 3 or 4 overs, it's done. India cannot even play for 10 to 15 overs, which might be really crucial in this final day. So there are things that India had to improve, which they haven't improved. So Indian എപ്പോഴും ബൈറ്റ് ചെയ്യുന്നത് things that we all know that India needs to improve, and still India has not improved. So that's a big question mark. അതായത് ടൈലൻഡേഴ്സിനെ ഇന്ത്യക്ക് ഓവർസീസിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നത് ഇറ്റ്സ് എ നോൺ ഫാക്ട്. എവ്രിബഡി നോസ് ഇറ്റ്, എവ്രിബഡി മേക്സ് ഫൺ ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യയുടെ ടൈലൻഡേഴ്സ് ആപ്ലിക്കേഷൻ ബാറ്റിംഗിൽ എല്ലാവർക്കും അറിയാം. അതായത് ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നിൽക്കില്ല, ഫ്ലാഷ് ആയിട്ട് കളിക്കും, സ്റ്റെമ്പിൽ നിന്ന് മാറിയ ആകപ്പാടെ എനിക്ക് അറിയില്ല, ഇത് എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ അതായത് പിള്ളേർ കരയുന്ന പോലെയാണ് ഇന്ത്യയുടെ ടൈലൻഡേഴ്സ് വന്നിട്ട് ക്രീസിൽ ബാറ്റ് ചെയ്യുന്നത്. ബട്ട് ഓവറോൾ ആസ് എൻ ഇന്ത്യൻ ഫാൻ ഐ ഷുഡ് ബി ഹാപ്പി ബിക്കോസ് 101 for 2 അത് എത്തിയത് വെരി ഗുഡ്. പക്ഷെ ഇന്ത്യ ഷുഡ് ആക്ച്വലി റെക്ടിഫൈ ദ മിസ്റ്റേക്സ്. കാരണം ഇതിപ്പോ ജയിച്ചില്ലെങ്കിലും തോറ്റാൽ പോലും ഇന്ത്യക്ക് ഇതിൽ ചിന്തിച്ചിരിക്കാൻ പറ്റില്ല ബിക്കോസ് ഇന്ത്യ ഹാസ് ദ നെക്സ്റ്റ് സീരീസ്. എനിക്ക് WTCയിൽ അല്ലേ പോലും ഇന്ത്യയിൽ പ്രതീക്ഷയില്ലായിരുന്നു. ദ റീസൺ വാസ് ഞാൻ പറഞ്ഞു, ഇന്ത്യ ഹാസ് ലാക്ക് ഓഫ് മാച്ച് പ്രാക്ടീസ് ആൻഡ് ന്യൂസിലൻഡ് ഹാസ് റിയൽ മാച്ച് പ്രാക്ടീസ്. സോ ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ഫേവർ ന്യൂസിലൻഡ്. ബട്ട് that is not an excuse that India will have to take because India have been making the same mistakes again and again. പിന്നെ പറഞ്ഞതുപോലെ നാഗ പറഞ്ഞ പോലെ ഒരു 1 day മോഡിൽ ഒരിക്കലും ഇന്ത്യ കളിക്കാൻ പോകുന്നില്ല. കാരണം ഈ സ്വിംഗിങ് കണ്ടീഷൻസിൽ ദാറ്റ് ഇസ് ലൈക്ക് അൺബിലീവബിൾ. അങ്ങനെ സംഭവിച്ചാൽ മേ ബി ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് വിക്ടറി ഓഫ് ഇന്ത്യ ലൈക്ക് എവർ. അപ്പോൾ അത്രയും ഇമ്പോസിബിൾ ആണ് ദിസ് വിക്ടറി ഫോർ ഇന്ത്യ. അല്ലെങ്കിൽ ന്യൂസിലൻഡിന് പറഞ്ഞ പോലെ ഇന്ത്യ ലൈക്ക് 110 ലീഡ് എടുത്തിട്ട് ന്യൂസിലൻഡിന് ഇന്ത്യക്ക് വന്ന ഡിബാക്കിൾ പറ്റണം. അതായത് 36 ഓൾ ഔട്ട് അല്ലെങ്കിൽ 45 ഓൾ ഔട്ട്, വിച്ച് ഐ ഡോണ്ട് തിങ്ക് സോ ബിക്കോസ് അതും മനു നാഗേം ബ്യൂട്ടിഫുള്ളി പറഞ്ഞതുപോലെ ബുംറ is India's number 1 bowler and it is like saying this a flat trackil ഒരു ബാറ്റ്സ്മാൻ ഡബിൾ സെഞ്ചുറിയോ അല്ലെങ്കിൽ സെഞ്ചുറി അടിച്ചില്ലെങ്കിൽ he feels like he missed out. It's the same with the bowler. Like ഇങ്ങനത്തെ പിച്ചസും കണ്ടീഷൻസും വളരെ റെയർ ആയിട്ട് ഒരു ബോളറിന് കിട്ടുള്ളൂ. So Bumrah didn't exploit it. At one time Bumrah was the most expensive bowler as well. I don't even, so ഞാൻ ഫുൾ കളി കണ്ടിട്ടില്ല. So I am even doubting myself whether Bumrah knows to bowl the Yorker right now. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ്. പിന്നെ Bumrah 3 no bowler. This is test match cricket and ഇന്ത്യയുടെ 2 other fast bowlers just didn't even bowl a no ball. So these are very things to consider. So
അതിൽ നമുക്ക് വേറൊരു ടോപ്പിക് തന്നെയുണ്ട്. വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് അവർ സെൽസ്. നമുക്ക് സ്റ്റാറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു ബുംറ സ്റ്റാറ്റ്സ് ആൻഡ് വി വിൽ ഗെറ്റ് ബാക്ക് ടു സീ വാട്ട്സ് ഗോയിങ് റോങ് വിത്ത് ബുംറ ആൻഡ് ഇന്ത്യ ഇൻ ഹാൻഡ്ലിംഗ് ബുംറ. that's Okay. from me. Okay, coming into the game, like actually, in the last video we said that New Zealand deserves, like if it's going to be, how we'll share the championship, if it's a rainy match or if New Zealand is performing and India don't deserve in that case. But coming into like a conclusion with the current situation, I think if it's going to be a draw and if they are sharing the trophy, that would be like it wouldn't be like against New Zealand. It would be actually what എന്താ പറയാ, ഒരു നോർമൽ നല്ലൊരു കാര്യം തന്നെ. അതെ, it's not that New Zealand ran away with the game, it is still in the balance. അല്ല, നമ്മള് എന്താ രണ്ടുപേർക്ക് നീതി പുലർത്തുക. It would be അല്ലെ, it would be like that because ന്യൂസിലൻഡ് ഒരു 300-350 അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം മഴ വന്നിട്ട് അൺഫെയർ എന്നുള്ളത്. പക്ഷെ കാരണം നമുക്ക് അറിയാം there is only one, അല്ലെ അതല്ലേ, അത് നമുക്ക് അറിയാം there is only one way this test match is going and it's a New Zealand victory. പക്ഷെ അത് മഴ മുടക്കി എന്ന് പറയുമ്പോൾ നമുക്ക് yes we'll feel for New Zealand because നമുക്കറിയാം ന്യൂസിലൻഡ് ഈയിടെയായിട്ടുള്ള ഹാർഡ് ബ്രേക്സ് ന്യൂസിലൻഡ് ICC ടൂർണമെന്റ്സിൽ എങ്ങനെയാണ്. സോ ഇപ്പൊ ഇതിനകത്ത് ന്യൂസിലൻഡ് അവർക്ക് ആധിപത്യം പുലർത്താൻ പറ്റില്ല. ആക്ച്വലി ഇന്ത്യ പെർഫോം ബെറ്റർ. അപ്പം ആക്ച്വലി ഇന്ത്യയാണ് അവരെ കാര്യം അവര് ഇപ്പൊ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ബെറ്റർ ഔട്ട്പ്ലേഡ് ദം. അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആക്ച്വലി ആ ടൈലൻഡേഴ്സും കൂടെ പോയിരുന്നെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ ഇന്ത്യ കളി തന്നെ മാറിപ്പോയാൽ. അപ്പം ആ ഒരു ഇതിനെ നോക്കുമ്പോൾ അപ്പൊ നമ്മളിപ്പോ ഒരു ഫൈനൽ ഡേ, നമുക്ക് ആ എക്സ്റ്റൻഡഡ് ഡേ ഉണ്ട്, നമുക്കൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം. പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ലെറ്റ്സ് ഹോപ്പ് ഫോർ എ ഗുഡ് ഡേ ഓഫ് ക്രിക്കറ്റ്. അതാണ് ഞാൻ പറയുന്നത്, നല്ലൊരു ക്രിക്കറ്റ് നാളെ would be a good test for Indians. I'm really looking forward to it. കാരണം ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ ആണ് ഇന്ത്യനെ ലെറ്റ് ഡൗൺ ചെയ്യുക എപ്പോഴും ഓവർസീസ് പോകുമ്പോൾ. I'm not including ഓസ്ട്രേലിയ, കാരണം ഓസ്ട്രേലിയയിലും yes even though ഇന്ത്യൻ ബാറ്റിംഗ് അത്രയും ഫെയർ ചെയ്തില്ല, even though ഇന്ത്യ ട്രോഫി ജയിച്ചെങ്കിലും. പക്ഷേ ഇന്ത്യ സ്വിംഗിങ് കണ്ടീഷൻസ് ഇന്ത്യസ് ബാറ്റ്സ്മാൻ ഓൾവേസ് ലെറ്റ്സ് ഇന്ത്യസ് ഡൗൺ. കാരണം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഇറയിലെ സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഓൾവേസ് ഇന്ത്യൻ ബാറ്റ്സ്മാൻ ബട്ട് ബോളേഴ്സ് വിൽ നോട്ട് പിക്ക് അപ്പ് ദ 20 വിക്കറ്റ്സ്. അതുകൊണ്ട് ഇന്ത്യ തൂക്കുമായിരുന്നു. സോ ഇഫ് ഇന്ത്യ ഹാഡ് the old set of batsmen like Sehwag, Sachin, Laxman, Dravid and this set of bowlers, it would be like the Australia of the old. For me അതാണ് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഇന്ത്യൻ ടീം ബെസ്റ്റ് ആണെന്ന് പറയുമ്പോൾ നോ, ഈ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഇപ്പോഴും it's not there yet like compared to the Sachin's team. So definitely that's something that everyone knows, but our Indian team doesn't know that, but that's how it is. Yeah, so നമുക്ക് നല്ലൊരു ക്രിക്കറ്റ് ദിവസം പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ബാറ്റ്സ്മാൻസ് വിൽ ബി ടെസ്റ്റഡ്. അവര് നല്ലൊരു അവരെങ്ങനെ പെർഫോം ചെയ്യും ആൻഡ് വാട്ട് വിൽ ബി ദ റിസൾട്ട്. ഞങ്ങളും